ഹലോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കുക. നിങ്ങൾക്ക് പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള വീഡിയോ ആണ് ഇന്നും പറയുന്നത്. അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് വെച്ച് നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ എനിക്ക് ഒരു ഡൗട്ടുണ്ട്, അതായത് നിങ്ങൾ ആരും ഈ 2 ത്രെഡ് എടുത്ത് എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം എന്തോന്നുണ്ട്. നമുക്ക് 2 ത്രെഡ് എടുക്കുന്നത്, ഈ സിൽക്ക് ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ 2 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ ത്രെഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊന്ന് ചുറ്റിയിട്ട് സൂചിയിൽ നിന്ന് വലിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് തന്നെ ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട, എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇപ്പോഴും കുറേ പേരൊക്കെ മെറ്റീരിയൽസ് എവിടെന്നാന്ന് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ മാത്രമാണോ കാണുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് ശേഷമുള്ള മെറ്റീരിയൽസ് എന്ന വീഡിയോസൊക്കെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അംന ഷെർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ഇന്ന് കമൻറ്റ് ഇട്ടത്. അതായത് ഈ കെട്ടിടുന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയെല്ലാം ഫുൾ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ആൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ പഠിക്കുക. അതായത് ഇപ്പോൾ 2 നൂലുള്ളതുകൊണ്ട് ഒരുമിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുക. ഇത് നീഡിൽ നമ്പർ 14 ആണ് കേട്ടോ. നമ്മൾ ഇനി ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര സൂം ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എവിടെയാണോ കെട്ടിടേണ്ടത് അതിൻ്റെ അടുത്തായിട്ട് ആദ്യം ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് ഇടുക. കണ്ടോ, അതിൻ്റെ അടുത്തൂടെ ഒരു കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തുണ്ടോ. ഇനി നമ്മൾ വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് വലിച്ചെടുക്കുക, വീണ്ടും വലിച്ചെടുക്കുക. കണ്ടോ, മുകളിലോട്ട് വലിച്ചെടുത്തു. എടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ, അതവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കോളൂ. എനിക്കവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് വീണ്ടും ആ രണ്ട് നൂലിലും കൂടെ തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾ, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ 2 നൂലിലും ചെയ്യുക. ഞാൻ കണ്ടോ, ജസ്റ്റ് അതിൻ്റെ അടുത്തൂടെ ഒരു കുഞ്ഞ് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ, നമ്മൾ കുഞ്ഞൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ താഴെ കൂടെ മുകളിലോട്ട് വലിച്ചെടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ അവിടെ 4 നൂല് വരും. മറ്റേതാകുമ്പോൾ 2 നൂലേ വരൂ, ഇത് ഇരട്ടി വരും. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇടത് സൈഡിലുള്ള കൈ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അത് വലിക്കുമ്പോൾ അവിടെ ലോക്കായിരുന്നോളും. ഇനി പല ഡിഫറെൻറ്റ് ഷേപ്സിൽ നിങ്ങൾ വരച്ച് പഠിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് വീഡിയോ അല്ല ഇടുന്നത്. അപ്പോൾ 5 നിങ്ങൾക്ക് പല ഷേപ്പിലും വരച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോർണേഴ്സിലൊക്കെ വരുമ്പോൾ ഒരു കുഞ്ഞ് ലോക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. ആ ചെയിൻ സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ ഞാനിത് വിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ, എനിക്ക് കിട്ടുന്നില്ല, ഇടയ്ക്ക് കിട്ടാതാവുമ്പോഴാണ് ഞാനവിടെ വിട്ടിട്ട് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം കേട്ടോ. കണ്ടോ, അവിടെ ഒരു കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനായി. പിന്നെ നമ്മൾ അങ്ങോട്ട് ആ ഒരു ലൈൻ അങ്ങ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ഒരു കുഞ്ഞ് ഇത് ചെയ്യുക, കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും മുകളിലോട്ട് പോവുക. മുകളിലോട്ട് എത്തിയിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചിട്ട് ഒരു നമ്മൾ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഞാൻ ബാക്കി 2 ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ കമൻസിൽ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇഷ്ടമില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നമ്മുടെ ഈ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള ഫില്ലിങ് വരും, അകത്തുള്ള ഫില്ലിങ് ഇല്ലേ, അത് നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആര്യ വർക്കിലൊരു ലോങ് സ്റ്റിച്ചും ഷോർട്ട് സ്റ്റിച്ചും ഇട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഫില്ല് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിനകത്ത് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നാളത്തെ വീഡിയോ അതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 ഷേപ്പ് നിങ്ങൾക്ക് ഇനി എനിക്കിത് ചെയ്ത് അയച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദി കോസി ക്രാഫ്റ്റ് 2000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ്, അതിലെനിക്ക് അയച്ചു തന്നാൽ മതിയേ.
അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെ തയ്യൽ വീണിട്ടില്ല, കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാതെയാണ് കേട്ടോ. എനിവേ വീഡിയോ എടുത്തു പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കി ഞാൻ ഇവിടെ സ്റ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലവർ അയക്കും കേട്ടോ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ട് സെറി ത്രെഡും സിൽക്ക് ത്രെഡും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.